മനുഷ്യരുടെ ഒരു ഫ്രീക്വൻറ്റ് കൺഫ്യൂഷനാണ് നിൽക്കണോ പോണോ, എവിടെ, ഇൻ എ റിലേഷൻഷിപ്പ്. അപ്പോൾ ചില ചോദ്യങ്ങൾ നമ്മൾ അവനവനോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ചില ഡിസിഷൻസ് എടുക്കാനായിട്ട് സാധിക്കും. ഒരു റിലേഷൻഷിപ്പിലുള്ള രണ്ട് പാർട്ട്നേഴ്സിനും ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ പേഴ്സണലി ആൻഡ് പ്രൊഫഷണലി അവരുടെ ഒരു ഫുൾ ഗ്രോത്ത് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഈ റിലേഷൻഷിപ്പിലുള്ള നിൽക്കുമ്പോൾ അച്ചീവ് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പിന്നെ രണ്ടു പേർക്കും കൂടെ മ്യൂച്വൽ ആയിട്ടുള്ള കോമൺ ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ വിഷൻ ഉണ്ടോ? അതോ കാര്യങ്ങൾ ഇങ്ങനെ വരുന്നിടത്ത് വെച്ച് കാണാം എന്ന മട്ടിലുള്ള ഒരു വളരെ ടെമ്പററി പ്ലാനിങ്ങേ ഉള്ളൂ? നിങ്ങളുടെ നീഡ്സ് എന്തൊക്കെയാണ്, വോൺസ് എന്തൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറോട് തുറന്നു പറയാനായിട്ട് പറ്റുന്നുണ്ടോ? അത് അവർ എക്നോളജ് ചെയ്യുന്നുണ്ടോ? പിന്നെ പ്രോബ്ലംസിൻ്റെ ഒരു ഫേസ് ഉണ്ടാകുന്ന സമയത്ത് അവർ കാര്യങ്ങൾ മനസ്സിലാക്കുകയും അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയും അപ്പോളജൈസ് ചെയ്യുകയും പെരുമാറ്റം തിരുത്താനായിട്ട് റെഡി ആവുകയും ചെയ്യുന്നുണ്ടോ? ഇങ്ങനെ ഒരു പാറ്റേൺ അവർക്കുണ്ടോ? നിങ്ങളുടെ അടിസ്ഥാനപരമായ ഒരു വ്യക്തിത്വം, അതായത് നിങ്ങളുടെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി നിങ്ങൾക്ക് അവിടെ നിലനിർത്താൻ പറ്റുന്നുണ്ടോ? അതോ ഒരു എഡിറ്റിംഗ് ടേബിളിൽ എന്ന പോലെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളെ പറ്റി സദാ മാറ്റേണ്ട ഒരവസ്ഥ ലൈഫിൽ വരുന്നുണ്ടോ? വൺ ലാസ്റ്റ് തിങ്, നിങ്ങൾ ഒത്തിരി എനർജറ്റിക് ആൻഡ് ഹാപ്പി ആയിട്ടാണോ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്? അതോ ഒരു ഉൾഭയവും ഒരു ഇംബാലൻസും ആണോ ഫീൽ ചെയ്യുന്നത്? ഓർമ്മിക്കുക, പലപ്പോഴും റാഷണൽ തിങ്കിങ് ആണ് ഇമോഷണൽ തിങ്കിങ്ങിനേക്കാളും ലോങ് റണ്ണിൽ മനുഷ്യർക്ക് ഹെൽപ്ഫുൾ ആവുന്നത്.